ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിന് അവധി നൽകാനിടയാക്കിയത് പഞ്ചായത്ത് ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയെന്ന് UDF ജനപ്രതിനിധികൾ. തെരുവുനായ ശല്യത്തെ തുടർന്ന് തിങ്കളാഴ്ച അവധി നൽകിയ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂൾ സന്ദർശിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു ജനപ്രതിനിധികൾ. പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് പട്ടിയെയും കുഞ്ഞുങ്ങളെയും മാറ്റുന്നതിന് നടപടിയില്ലാതെ വന്നതോടെ കുട്ടികളുടെ രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് പട്ടിക്കുഞ്ഞുങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. വിദ്യാലയത്തിന്റെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന വിധത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ട പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ നിസ്സംഗത കുറ്റകരമാണെന്ന് വിദ്യാലയത്തിൽ സന്ദർശനം നടത്തിയ UDF ജനപ്രതിനിധികൾ ആരോപിച്ചു. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തെരുവുനായ ശല്യത്തെക്കുറിച്ച് നിരന്തരം വിഷയം ഉന്നയിച്ചിട്ടും പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ TO സെബി പറഞ്ഞു. നായ്ക്കൾക്കുള്ള ഷെൽട്ടർ ഹോമിന് സ്ഥലം കണ്ടെത്താനോ നിർമ്മാണം ആരംഭിക്കാനോ തയ്യാറായിട്ടില്ലെന്നും സെബി കൂട്ടിച്ചേർത്തു. ഇതിപ്പോ ഈ പട്ടി കുട്ടിയെ പിടിക്കാൻ തന്നെ ഡിലേ വന്നതാണ് ഇന്ന് സ്കൂൾ അടയ്ക്കേണ്ട സംവിധാനം ഉണ്ടായത്. അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു പേവിഷയുണ്ട് എന്നുള്ള സ്ഥലത്ത് അങ്ങനെ സംവിധാനം വന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ അധ്യയനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാം. പിന്നെ കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ടീച്ചർ പരാതി കൊടുത്തിരിക്കണം. ആ പരാതി കൊടുത്തിട്ട് ശനിയാഴ്ച കൊടുത്ത് നമുക്ക് എങ്ങനെയായാലും അതിന് നടപടിക്രമം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ടീച്ചർ അടുത്ത സ്റ്റെപ്പ് AOലിക്കും DOലിക്കും എല്ലാ ദിവസം കൊടുത്തുനിന്ന് അവധി പ്രഖ്യാപിച്ചു. എത്ര ദിവസം നമുക്ക് വിദ്യാലയങ്ങൾ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സത്വര നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അതിന് കൂട്ടായ പരിശ്രമം ഞങ്ങൾ എല്ലാവരും ചെയ്യാൻ മെമ്പർമാരാനും വ്യത്യാസമൊന്നുമില്ലാതെ ചെയ്യാൻ തയ്യാറുമാണ്. ആ നടപടിയിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. പ്രധാന അധ്യാപിക നൽകിയ പരാതിയിൽ യാതൊരു ഇടപെടലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകാത്ത സാഹചര്യത്തിലാണ് AEOയ്ക്കും DEOയ്ക്കും അപേക്ഷ നൽകേണ്ടി വന്നതെന്ന് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ വ്യക്തമാക്കി. പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് തികഞ്ഞ ഉദാസീനതയാണുണ്ടായത്. നായശല്യം പരിഹരിക്കാൻ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായാൽ ഭരണപക്ഷത്തിന് എല്ലാ പിന്തുണയും നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും ആൻഡോ പോൾ കൂട്ടിച്ചേർത്തു.